അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിഹിതങ്ങളുടെയും പ്രണയങ്ങളുടെയൊക്കെ അവസാനം പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നതായി നമ്മൾ കാണാറുമുള്ളൂ. തിരുവനന്തപുരം കഠിനംകുളത്ത് 2 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട ക്ഷേത്ര പൂജാരിയായ രാജീവിൻ്റെ ഭാര്യ ആതിര. ആ ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 ദിവസം മുമ്പാണ് ആതിരയെ അവർ താമസിച്ചിരുന്ന വീടിനകത്ത് കഴുത്തിന് മുറിവ് പറ്റി രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട നിലയിൽ അവരുടെ ഭർത്താവ് തന്നെ ആദ്യമായി കണ്ടെത്തുന്നത്. രാവിലെ പതിവ് പോലെ തൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 20ലധികം വർഷമായി ഈ രാജീവ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ നാട്ടിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. നാട്ടുകാർക്കെല്ലാം സുപരിചിതനാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് രാജീവിനെക്കുറിച്ച്, രാജീവിൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ ഉള്ളത്. രാവിലെ തൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അസ്വാഭാവികമായി ഒന്നും തന്നെ രാജീവിന് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഈ ആതിര അവരുടെ ഏക മകനെ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകനെ സ്കൂളിലേക്ക് യാത്രയാക്കുന്നത്, സ്കൂൾ ബസ്സിൽ കയറ്റി അയക്കുന്നതൊക്കെ അയൽവാസികളും മറ്റുമൊക്കെ കണ്ടതാണ്. അപ്പോഴും ആർക്കും ഒരു കുഴപ്പവും തോന്നിയില്ല. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെ പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ്, വീട് എന്ന് പറയുന്നത് തന്നെ ഈ അമ്പല കമ്മിറ്റിയുടെ കീഴിലുള്ളതാണ്. ഈ അമ്പലത്തിലെ പൂജാരിക്കും കുടുംബത്തിനും താമസിക്കുന്നതിന് വേണ്ടി അമ്പല കമ്മിറ്റി നൽകിയിട്ടുള്ള വീടാണ്. ഈ വീട്ടിലേക്ക് രാജീവ് ഉച്ചയ്ക്ക് തൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കയറി വരുന്ന സമയത്താണ് തൻ്റെ ഭാര്യ കഴുത്തിന് മുറിവേറ്റി രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട് കിടക്കുന്നത് രാജീവ് കാണുന്നത്. രാജീവ് ഉടനെ തന്നെ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുന്നു. അതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇതിന് പിന്നിൽ ഈ കൊല നടത്തിയിട്ടുള്ളത് ഈ ആതിരയുടെ കാമുകൻ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നത്. നാട്ടുകാർക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാതെ ഞെട്ടി. കാരണം എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറിയിരുന്ന ആതിരയ്ക്ക് ഇങ്ങനൊരു അവിഹിതമുണ്ട് എന്ന് നാട്ടുകാരറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത അത്ഭുതമായി തോന്നി. 1.5 വർഷം മുമ്പാണത്രേ ഈ ആതിര ഇൻസ്റ്റാഗ്രാം വഴി, സോഷ്യൽ മീഡിയ വഴി കൊല്ലത്തുള്ള ജോൺസണുമായി പരിചയപ്പെടുന്നത്. ജോൺസന് ഭാര്യയും 3 മക്കളൊക്കെ ഉണ്ട്. ഭാര്യയും 3 മക്കളും ജോൺസന്റെ ചില സ്വഭാവ ദൂഷ്യം കാരണം അകന്ന് കഴിയുകയാണ്. ഏതായാലും ഈ ജോൺസനുമായി ഈ ആതിര 1 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു. രണ്ടാളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഈ ജോൺസന് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് 12,000 ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും ഈ ഇൻസ്റ്റാഗ്രാം വഴി ഇരുവരും പരിചയപ്പെട്ടു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീൽസൊക്കെ ഷെയർ ചെയ്ത് ആ ബന്ധം ഒന്നുകൂടി പുതുക്കി. പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. പലപ്പോഴും ഈ ജോൺസൺ ആതിരയെ കാണുന്നതിന് വേണ്ടി ഈ ആതിരയുടെ ഭർത്താവ് അറിയാതെ വീട്ടിലേക്ക് വരുന്നു. ആതിരയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വിദേശത്തൊന്നുമല്ല, എപ്പോഴും ആതിരയുടെ കൂടെ തന്നെയാണ്. ഒരു ഉച്ചവരെ അമ്പലത്തിലായിരിക്കും. തൊട്ടപ്പുറത്താണ് ഈ അമ്പലമുള്ളത്. ഈ അമ്പലത്തിലായിരിക്കും എന്നേ ഉള്ളൂ. ഏതായാലും ഭർത്താവ് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇയാൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അത്രത്തോളം വലിയ ബന്ധമായി പലപ്പോഴായി ഈ ആതിര ഇയാൾക്ക് വലിയ സംഖ്യയും കൈമാറിയിട്ടുണ്ട് ഒരിക്കലും. ഏതായാലും ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ, കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അന്നാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ജോൺസൺ ഈ ആതിരയെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് എന്നാണ് ജോൺസൺ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. രാവിലെ ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയി. ആ സമയത്താണത്രേ ജോൺസൺ ഈ വീടിന് സമീപത്തേക്ക് വരുന്നത്. അങ്ങനെ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നു. ആതിരയുടെ മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് കഴിഞ്ഞപ്പോഴാണ് ഈ ജോൺസൺ ഈ വീട്ടിനകത്തേക്ക് കയറുന്നത്. എന്നിട്ട് ഈ ആതിര ഇയാൾക്ക് ചായ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷമാണ് അത്ര ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ സമയത്താണ് ഇയാൾ കത്തി കൊണ്ട് ഇവരെ കുത്തി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എങ്കിൽ എത്രമാത്രം അടുത്ത ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ഏതായാലും അയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് അയാളെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. താനാണ് കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ ഒരു കാര്യമുണ്ട്. ഒന്ന്, അവിഹിതം എന്ന് പറയുന്നത് ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇത് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം സോഷ്യൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആരുമായി പരിചയപ്പെടാനും ചാറ്റ് ചെയ്യാനൊക്കെ അവസരങ്ങളുണ്ട്. പഴയ കാലത്തൊക്കെ വളരെ ചുരുക്കമായി നമ്മൾ കേട്ടിരുന്ന
സംഭവങ്ങൾ ഇന്ന് എല്ലായിടത്തും ഇത്തരം വാർത്തകൾ കേൾക്കുന്നു. അതേ തുടർന്ന് ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് കുടുംബത്തിൻ്റെ തകർച്ചകൾ നമ്മൾ കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഈ സഹോദരിക്ക് നല്ലൊരു കുടുംബജീവിതം നഷ്ടമായി, എന്തിനപ്പുറം ആ സഹോദരിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടില്ലേ? എന്ത് നേട്ടമാണ് ഇത്തരം ബന്ധങ്ങൾ കൊണ്ടുണ്ടായത്? അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ പ്രണയം, അവിഹിതം, ഇതൊന്നും ഒരിക്കലും നമ്മുടെ